സാംസങ്ങിൻ്റെ സാംസങ് ടാബ് ആക്റ്റീവ് 5 എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു റഗഡ് ടാബ്ലറ്റ് ആണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് ടാബ് ആക്റ്റീവ് 5 എന്ന ടാബിനെ പറ്റിയിട്ടാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൽ MIL STD 810Hൻ്റെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല ബിൽഡ് ക്വാളിറ്റിയുമായിട്ട് വരുന്ന ഒരു ടാബാണ് ഈ ഒരു ടാബ്. അതുപോലെ തന്നെ IP68 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ടാബ് വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. ഇനി ബാക്കി ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബിൽ 8 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 1920x1200 ആണ്. പിന്നെ LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ടാബ് ഏകദേശം 52,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ വരുന്ന ഒരു ടാബിൽ നമ്മൾ AMOLED ഡിസ്പ്ലേ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ LCD ഡിസ്പ്ലേ വരുന്നുള്ളൂ. പിന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടാബിൻ്റെ ഫ്രണ്ടിൽ Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് സെൻസറൊക്കെ ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടാബിൽ S Penൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടാബിൻ്റെ വെയിറ്റ് വരുന്നത് 433 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 10.1 mm ആണ്. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ Exynosൻ്റെ 1380 എന്ന പ്രോസസ്സറാണ് ഈ ടാബിൽ വരുന്നത്. ഇപ്പം 52,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ, ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ അല്ല ഈ ഒരു പ്രോസസ്സർ. പ്രോസസ്സറും കുറച്ച് നിരാശപ്പെടുത്തി എന്ന് പറയേണ്ടി വരും. പിന്നെ 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5G സപ്പോർട്ട് ചെയ്യുന്ന ഒരു വെർഷൻ വരുന്നുണ്ട്. ഈ ടാബിൻ്റെ ബേസ് വേരിയൻറ്റിൽ 6GB റാമും 128GB ഇൻറ്റേർണലാണ് വരുന്നത്. 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. NFC എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഡെഡിക്കേറ്റഡ് ആക്റ്റീവ് കീ ഇതിൽ വരുന്നുണ്ട്. അതായത് സൈഡിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബട്ടണും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. സാംസങ്ങിൻ്റെ നോക്ക് സെക്യൂരിറ്റി എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. Android 14 ബേസ് ആയിട്ടുള്ള 1 year സോഫ്റ്റ്വെയർ ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 13 MP f 1.9 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ടാബിൽ വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ 5 MP f 2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിൽ 5050 mAhൻ്റെ ബാറ്ററിയാണ് വരുന്നത്. ഇപ്പോൾ ടാബുകളുടെ കാര്യത്തിൽ ബാറ്ററി കപ്പാസിറ്റി കുറവാണ് എന്ന് പറയേണ്ടി വരും. ഇപ്പം ടാബുകളുടെ കാര്യത്തിൽ നമ്മൾ മിനിമം ഒരു 7000 mAhൻ്റെ ബാറ്ററിക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ ബാറ്ററി കപ്പാസിറ്റി കുറവാണ്. പിന്നെ നമുക്ക് തന്നെ ഊരിയെടുക്കാൻ പറ്റിയിട്ടുള്ള ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ നോ ബാറ്ററി മോഡ് എന്നുള്ള ഒരു മോഡും വരുന്നുണ്ട്. അതായത് ബാറ്ററി ഇടാതെ ചാർജറിന് കണക്ട് ചെയ്തിട്ട് ഈ ഒരു ടാബ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടിന് പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ യൂറോപ്യൻ മാർക്കറ്റിലൊക്കെയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഏകദേശം 52,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ടാബ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഇന്ത്യയിൽ ഈ ടാബ് ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ലോഞ്ച് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. പൊതുവേ റഗഡ് ഡിവൈസുകൾ സാംസങ് ഇന്ത്യൻ മാർക്കറ്റിൽ അധികം ലോഞ്ച് ചെയ്യാറില്ല. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. പിന്നെ ഈ ഒരു 52,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല ബിൽഡ് ക്വാളിറ്റിയുമായിട്ട് വരുന്ന ഒരു ടാബ്ലറ്റാണ് സാംസങ് ടാബ് ആക്റ്റീവ് 5 എന്ന ടാബ് എന്നൊക്കെ പറയാവുന്നതാണ്. പക്ഷേ ബാക്കി ഫീച്ചേഴ്സ് ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള അത്ര മികച്ച ഫീച്ചേഴ്സ് അല്ല. ഇപ്പം ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള പ്രോസസ്സർ വരുന്നില്ല. പിന്നെ ബാറ്ററി സെറ്റപ്പും അത്ര മികച്ചതാണ് എന്ന് പറയാൻ പറ്റില്ല. ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ തിരക്കേടില്ല എന്ന് പറയാം, അത്രയേ ഉള്ളൂ. എന്തായാലും ഓവറോൾ നോക്കുമ്പോൾ മൊത്തത്തിൽ അത്ര മികച്ച ഫീച്ചേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. ബിൽഡ് ക്വാളിറ്റി മാത്രമാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും സാംസങ്ങിൻ്റെ സാംസങ് ടാബ് ആക്റ്റീവ് 5 എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.